നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കിയത് ജൂലൈ 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും കർഷകരും റബ്ബർ ഉൽപാദക സംഘങ്ങളും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അതേ തുടർന്നാണ് താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത്. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തെ കാർഷിക മേഖല പ്രതീക്ഷകളോടെ വിലയിരുത്തുന്നു. ഓണം മുന്നിൽ കണ്ട് വ്യവസായികൾ വെളിച്ചെണ്ണ വില ഉയർത്തിയതിൻ്റെ ചുവട് പിടിച്ച് കൊപ്രയും ഇന്ന് മികവ് കാണിച്ചു. ക്വിൻ്റലിന് 200 രൂപ കൊപ്രയ്ക്ക് ഉയർന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കൊപ്ര 14,600 രൂപയിലാണ്. കാങ്കയത്ത് പച്ചത്തേങ്ങ കിലോ 48 രൂപയായി കയറി. തമിഴ്നാട്ടിൽ നിരക്ക് അല്പം കൂടി ഉയർന്ന ശേഷം വിളവെടുപ്പ് നടത്താമെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ചെറുകിട കർഷകർ. ചിങ്ങം പിറക്കുന്നതോടെ വെളിച്ചെണ്ണ കൂടുതൽ ആകർഷകമായ തലങ്ങളിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ സ്റ്റോക്കുള്ള കൊപ്ര വിൽപ്പനയ്ക്ക് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മധ്യവർത്തികളും. വിദേശ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി ജൂണിൽ 30% കുറഞ്ഞത് ഉത്സവ ദിനങ്ങളിൽ പാചക എണ്ണകളുടെ വിലക്കയറ്റത്തിന് വഴിയൊരുക്കാം. ഏലം കരുത്ത് നേടാൻ ശ്രമം തുടരുന്നു. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ലേലത്തിൽ സജീവമായതോടെ ശരാശരി ഇനങ്ങളുടെ വില കിലോ 3062 രൂപയായി കയറി. മികച്ച ഇനങ്ങൾ 4070 രൂപയിലും കൈമാറി. കാലാവസ്ഥ വ്യതിയാനങ്ങൾ വിളവിനെ ബാധിക്കുമെന്ന ആശങ്ക വാങ്ങലുകാരെ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ എത്തിയ 69,283 കിലോഗ്രാം ഏലയ്ക്ക് 68,426 കിലോയും വിറ്റഴിഞ്ഞു. ടാപ്പിംഗ് സീസൺ മുൻനിർത്തി തായ്ലൻഡിലെ ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിൽപ്പനയ്ക്ക് ഒരുക്കിയത് ബാങ്കോക്കിൽ റബ്ബറിന് തിരിച്ചടിയായി. ഷീറ്റ് വില ക്വിൻ്റലിന് 700 രൂപ ഇടിഞ്ഞ് 28,133 രൂപയിലാണ് വ്യാപാരം അവസാനിച്ചത്. അതേസമയം അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിരക്ക് നേരിയ റേഞ്ചിൽ നീങ്ങി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.